നമ്മൾ മലയാളികൾ പൊതുവെ ഒരുപാട് മസാലയൊക്കെ യൂസ് ചെയ്തിട്ടാണ് മിക്ക കറികളും ഉണ്ടാക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ മീറ്റ് അല്ലെങ്കിൽ ഫിഷിൻ്റെ യഥാർത്ഥ ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് മസാലയൊന്നുമില്ലാതെ നല്ല ഒരു ഫ്ലേവർ റിച്ച് ആയിട്ടുള്ളൊരു ബീഫ് കുരുമുളക് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അസാധ്യ ടേസ്റ്റാണ്. ഇതിന് വേണ്ടത് ഒരു 1.5 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ഈ ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ മസാലപ്പൊടി എടുത്ത് റെഡിയാക്കി വെക്കുക. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഉലുവ പൊട്ടിക്കുക. ഉലുവ പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ഹോൾ മസാലാസ് എല്ലാം ഇട്ടൊന്ന് വഴറ്റുക. ഇനി 2 സവാള ചെറുതായി അരിഞ്ഞതിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിടുക. പച്ചമുളക് ഒരു 7-8 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10-20 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇതിനിടില്ല. ഈ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഈ സമയം ഒരു കൈപ്പിടി കുരുമുളക് എടുത്തിട്ടൊന്ന് ചതച്ച് വെക്കണം. നമ്മൾ ആവശ്യമുള്ളത് മാത്രം ഇടാം. നമുക്ക് ഒന്ന് ചതച്ച് വെക്കണം. ഫ്രഷ്ലി ഗ്രൗണ്ടഡ് ആണ് ഇതിന് നല്ലത്. ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ ആദ്യം ഇടുക. പിന്നെ വേണമെങ്കിൽ പിന്നിടാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് നമ്മുടെ 1.5 കിലോ ബീഫും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുക്കർ അടച്ച് ഒരു 3-4 വിസിൽ സ്ലോ ഫ്ലെയിമിൽ അടുപ്പിക്കുക. നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇതിനൊരു കുറുകിയ ഗ്രേവിയാണ് ടേസ്റ്റ്. ഇത് അരിപ്പത്തിരി, പൊറോട്ട, ബ്രെഡ്, ചോറ് എൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോംബോ ആണ്. അല്ലെങ്കിൽ ഒരു തേങ്ങാച്ചോറ് ഉണ്ടാകണമെങ്കിൽ അടിപൊളിയാണ്. ഞാനിത് തേങ്ങാച്ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. അസാധ്യ ടേസ്റ്റാണ്. പെരുന്നാളൊക്കെ വരെയല്ലേ, എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ. മട്ടനും ചിക്കനും ഒക്കെ ഇങ്ങനെ വെക്കാം. പക്ഷേ ബീഫ് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബീഫും കുരുമുളകും തമ്മിൽ നല്ല കോമ്പിനേഷനാണ്. ഇവിടെ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമാണല്ലോ. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉള്ളി നന്നായിട്ട് വഴരണം. അതായത് ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ട് വഴണ്ട് വരണം. രണ്ടാമത്തെ പോയിന്റ്, ചുവന്നുള്ളി നന്നായിട്ട് ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. സവാള ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചുവന്നുള്ളി കൂടുതലായിട്ട് ഇടുക. ബീഫിൻ്റെ കഷ്ണങ്ങളിൽ കുറച്ച് എല്ലും കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുരുമുളക് അപ്പം തന്നെ ഒന്ന് ചതച്ചെടുത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. പൊടിച്ചു വെച്ചിരിക്കുന്ന ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. അതായത് നന്നായിട്ടൊന്ന് പൊടിയുകയും ചെയ്യരുത്, ഒരു ക്രഷായിട്ടുള്ള പരുവത്തിൽ കിട്ടണം. അതായത് ഒന്ന് പിളന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചത്. അങ്ങനെ ഒരു പരുവത്തിലുള്ള കുരുമുളകാണ് ഇതിന് യൂസ് ചെയ്യാൻ നല്ലത്. ഗരം മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഹോൾ മസാലാസ് ആദ്യമേ ഇട്ടതുകൊണ്ട് അപ്പം ഈ കുരുമുളകിൻ്റെ ഫ്ലേവർ ആയിരിക്കും നന്നായിട്ട് കിട്ടുക. അപ്പോൾ പെരുന്നാളിന് എന്തായാലും ബീഫ് കുരുമുളക് ഇട്ടതല്ലേ